ഹായ്. ഹലോ. ഈ കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല എന്ന് നമ്മള് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഓരോ വീട്ടിലും എവിടെ പോയാലും നമ്മൾ ആ ടോപ്പിക് ഇങ്ങനെ പറഞ്ഞേക്കും. നമ്മൾ വിചാരിക്കും ഇപ്പൊ കണ്ണ് പോയാലും ബാക്കി ഒരു കണ്ണോട് ജീവിക്കാലോ, അല്ലെങ്കിൽ കണ്ണില്ലെങ്കിൽ നമുക്ക് ജീവിക്കാലോ എന്നൊക്കെ നമ്മുടെ മനസ്സുകൊണ്ട് പറയുമെന്നുണ്ടെങ്കിലും ആ ഒരു അവസ്ഥ വരുമ്പോഴാണ് അതിന്റെ ഒരു ഫീലിങ്സ് നമുക്ക് മനസ്സിലാവുക. ശരിക്കും ഇപ്പൊ ഏകദേശം ഒരു 2-3 ദിവസമായിട്ട് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണാണ്ടാവും. ഞങ്ങളുടെ കുറെ ഷോർട്സുകൾ ഇട്ട് ഞങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോയതാണ്. അതെന്ന് വെച്ചാൽ ഇവൾക്ക് കുറച്ച് വിഷമമുള്ള ഒരു ദിവസങ്ങളാണ് ഇപ്പൊ ഈ 2 ദിവസമായി കടന്നു പോയത്. അത് പ്രത്യേകിച്ച് ഇവളൊരു മൃഗസ്നേഹിയായ കാരണം നിങ്ങൾ മൃഗസ്നേഹികൾക്ക് മനസ്സിലാവും ഇവള് പറഞ്ഞാല് കാര്യം. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ക്യാരക്ടർ ഇല്ല. പെറ്റ്സുകളൊന്നും എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഇവളുടെ ഫീലിങ്സ് അത് ഇവള് തന്നെ നിങ്ങളോടായിട്ട് ഇപ്പൊ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതെ, അതെന്താന്ന് വെച്ചാല് ഞാന് മൃഗസ്നേഹിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ വീട്ടില് പട്ടിയും പൂച്ചയും ഒക്കെ ഉണ്ട്. ഇവളുടെ വീട്ടില് മൃഗങ്ങളെ കൊണ്ട് നടക്കാൻ പറ്റില്ല. നടക്കണടത്തൊക്കെ പൂച്ചകള് പട്ടികളൊക്കെ ആയിട്ട് നടക്കണതാണ്. അപ്പൊ നമ്മളൊരു 4 വർഷമായിട്ട് ഒരു പിറ്റ്ബുൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ സൺഡേ ഒരു ഈവനിങ് ആയപ്പോ അവനെ ഒരു അറ്റാക്ക് വന്നു, പെട്ടെന്ന് മരിച്ചു. അതുവരെ എന്റെ കയ്യിലും എന്റെ അരിത്തൊക്കെ നടന്നിരുന്ന ആളായിരുന്നു. എന്റെ കൂടെ നടക്കലും നമ്മൾ പാർക്കിൽ കൊണ്ടുപോലും അങ്ങനെയൊക്കെ ആയിട്ട് കൊണ്ടു നടന്ന ഒരാള് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് വൈകിട്ടാകുമ്പോഴത്തേനും തല കറങ്ങി വീണു, കുഴഞ്ഞു, വൊമിറ്റ് ചെയ്തു, ലൂസ് മോഷൻ ഉണ്ടായി. അപ്പോഴേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന്. അങ്ങനെ എന്റെ ഹസ്ബൻഡൊക്കെ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോവാം. മോൻ വിളിച്ച് പറയാം മമ്മി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, ഒന്നും നോക്കണ്ട. പക്ഷെ എനിക്ക് മൈൻഡൊക്കെ റിലേ പോയിട്ടേ ഇരുന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അപ്പൊ ആള് പറഞ്ഞു ഇതൊരു ചെറിയ അറ്റാക്കിന്റെ ആണ്, ഇപ്പൊ ചൂടുമാണ്, അതുപോലെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് വന്നതാന്ന് പറഞ്ഞു. പക്ഷെ ഇവൻ നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോ നമുക്ക് വലിയൊരു ബലമായിരുന്നു. വീട്ടില് ഗേറ്റ് ഒരാൾ തൊട്ടാൽ മതി, അപ്പോഴത്തേനും കുറച്ച് നമ്മളെ അറിയിക്കും. പിന്നെ എല്ലാവരും പറയും പിറ്റ്ബുള്ളല്ലേ, പിന്നെ ഭയങ്കരമായിട്ട് ആക്രമിക്കും, അഗ്രസീവാണ് എന്നൊക്കെ പറയും. പക്ഷെ ഇന്നേ വരെ ഒരാൾ ഉപദ്രവിക്കുകയോ നമ്മളുടെ ഒപ്പം നമ്മുടെ കൂടെ എന്ന് പറഞ്ഞ പോലെ നിൽക്കുന്ന ആളായിരുന്നു അവൻ. പക്ഷെ നമുക്ക് കയ്യിൽ നിന്ന് പോയപ്പോഴേ സത്യാണ് ഇവളുടെ അവസ്ഥ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇവളെ വിളിച്ചപ്പോ ഇവിടെ കരച്ചിൽ മാത്രമേ എനിക്ക് കേൾക്കാനുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവളുടെ വീട്ടിൽ എന്തെങ്കിലും ആർക്കെങ്കിലും അപകടം പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മൾ അത്രയും കെയർ ചെയ്തിട്ട് കൊണ്ട് നടക്കണത്. അല്ലാതെ സാധാരണ ആൾക്കാര് കെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ, എന്നിരുന്നാൽ കൂടി നമ്മൾ മക്കളെക്കാൾ ഉപരി അത്ര സ്നേഹിച്ചു കൊണ്ടുപോകാറ്. ഈ പെറ്റ്സിനെ വളർത്തുന്നവർക്ക് ഇത്രയും സങ്കടം ഉണ്ടാവുന്നുള്ളത് എനിക്ക് അന്നാണ് മനസ്സിലായത്. അതുണ്ടായിരിക്കും. അത് പലരും പറയും ഒരു പട്ടിയല്ലേ, ഇപ്പൊ ആരെയും കേട്ടാ ചോദിക്കും ഒരു പട്ടിയല്ലേ ചത്തത്. പക്ഷെ അതല്ല, നമുക്കെന്ന് ഭയങ്കരമായിട്ടും അയ്യോ എനിക്കിപ്പോ പറയുമ്പോഴേ എനിക്ക് സങ്കടം വരുന്നുണ്ട്. ഞാൻ പിടിച്ചു നിൽക്കുക, എനിക്ക് സങ്കടം വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇപ്പോഴും അതിന്റെ ഓർമ്മകൾ മാറിയിട്ടില്ല. ഇവിടെ ഇപ്പോഴും വീട്ടില് എപ്പോഴും അതിനുള്ള ഒരു ഫീലിംഗിലാണ്. അതെ, കൂട് കാണുമ്പോ പിന്നെ പല പല ഓർമ്മകള്. പക്ഷെ അവളുടെ ഈ ഒരു ഫീലിങ്സ് മാറ്റാൻ വേണ്ടി ഇവളുടെ മകന് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നുണ്ട്. ചിലപ്പോ അത് ഞായറാഴ്ച വരും. അപ്പൊ ഞങ്ങൾ അത് ഇതിലൂടെ നിങ്ങൾക്കായിട്ട് കാണിക്കുന്നതായിരിക്കാം. അതുപോലെ കൂടിയത് കൊണ്ടുള്ളതാണ്. അപ്പൊ പറയുന്നതെന്ന് വെച്ചാല് മമ്മിക്ക് അതേപോലത്തെ ഒരു ഡോഗിനെ കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോ ഇത് മറക്കില്ല. എന്തായാലും വെല്ലേനെ മറക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ അതിനൊപ്പത്തേക്ക് വേറെ എത്ര വലുത് വന്നാലും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അത്രയും സ്നേഹമായിരുന്നു. അതുപോലെ കൊണ്ടു നടന്നതാണ്. അതുപോലെ എനിക്കൊരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു 8 മാസം മുമ്പ് ഞങ്ങളുടെ TV ഒന്ന് നാശമായി പോയി. അത് നാശമായി പോയി എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളുടെ കയ്യബദ്ധം മൂലം നാശമായി പോയതാ. അത് കഴിഞ്ഞ് നമ്മള് ഈ ടിവിയുടെ പെൻഡ്രൈവ് കുത്താൻ വേണ്ടി TV ഇറക്കി വെച്ചിട്ട് എന്റെ വിചാരം TV താഴെ വീണാലാണ് പൊട്ടാന്നാണ്. പക്ഷെ ഈ സ്ക്രീൻ അത്രയും തിന്നാന്നുള്ളത് നമുക്ക് മനസ്സിലായിണ്ടായിരുന്നില്ല. അവസാനം എന്ത് ചെയ്തു, ഞാനും മക്കളും കൂടി അത് വീഴാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങൾ 4 ആളും കൂടി അമർത്തി പിടിച്ച് ചുമരുമലാണ് അത് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിൽ വെച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ഞങ്ങൾ ഓൺ ആക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത്, അതിന്റെ സ്ക്രീൻ ഫുള്ള് സ്ക്രാച്ചായി നാശായി. അപ്പൊ നിങ്ങളുടെ കയ്യബദ്ധമായതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പണിഷ്മെന്റ് എന്ന പോലെ ഒരു 8 മാസത്തോളം ഞങ്ങൾ വീട്ടിൽ TV ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് എന്റെ മോന്റെ ബർത്ത്ഡേ ആണ്. അവനെ കൂടെ ഒരു ഗിഫ്റ്റ് പോലെ ഞങ്ങൾക്ക് ഒരു TV കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ റിലീസ് ചെയ്യുന്ന ഒരു വീഡിയോയും നിങ്ങൾക്ക് ഷോർട്സ് ആയിട്ട് ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായ സാധനം പെട്ടെന്നൊന്നും ഇല്ലാണ്ട് ആവുമ്പോഴാണ് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ. അതന്നെ. അല്ലെങ്കിൽ മുമ്പ് നിങ്ങളുടെ വീട്ടിൽ TV ഉണ്ടായിരുന്നപ്പോ TV കാണാൻ ആളില്ലെങ്കിൽ പോലും ആ TV ഓണാക്കി, പിന്നെ TVക്ക് കാറ്റ് കൊള്ളാൻ വേണ്ടി ഫാനും കറങ്ങി. ഹാളിൽ 2 ഫാനുണ്ട്. ഈ 2 ഫാനും
ആരും ഇല്ലെങ്കിലും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിക്കും TV നിനക്കെങ്കിലും കുറച്ച് കാറ്റ് കിട്ടല്ലോ എന്ന്. അപ്പൊ അങ്ങനെ നമ്മുടെ വീട്ടിലൊരു ഭാഗമാകുമ്പോൾ അത് കയ്യിൽ നിന്ന് പോകുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു വിഷമം മനസ്സിലാവുന്നത്. അപ്പൊ കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിഞ്ഞ് അതിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുക. നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഇപ്പൊ എന്ത് സാധനമായാലും ആൾക്കാരായാലും എന്തൊരു ജോലി ആയാലും എന്ത് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് അതിന്റെ വാല്യൂ മനസ്സിലാവുന്നത്. അപ്പൊ അതിന് വാല്യൂ ഉള്ളപ്പോൾ അതിന് വാല്യൂ കൊടുത്ത് സ്നേഹിക്കുക. ഓക്കെ ബൈ. Okay, bye.